ഹായ്, എല്ലാവർക്കും മോളിവുഡ് മീഡിയയുടെ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മുതൽ എല്ലാ മേജർ ടീസർ, ട്രെയിലർ, സോങ് റിയാക്ഷൻ എല്ലാം ഞങ്ങളുടെ ചാനലിൽ കാണും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നടിപ്പിൻ നായകൻ സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയായ കങ്കുയുടെ ട്രെയിലർ റിയാക്ഷനോടെയാണ്. ഇന്ന് ഒരു മണിക്കൂർ മുന്നെയാണ് റിലീസായത്. ഞങ്ങളെല്ലാം ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നോക്കാം എങ്ങനെ വരുമെന്ന്. வாழ்கிற தீவுக்குள்ள மர்மங்க கொட்டி கிடக்குது. அது எல்லாத்தையும் புரியாத மர்மம். விருந்திருந்த வாரீரோ சொல்றதுக்குள்ள கங்கு வாங்க കിട്ടില്ല, ഒന്നും പറയാനില്ല. ആദ്യം പറയേണ്ട ഒരു കാര്യം, ശിവ. നമ്മൾ ഇതുവരെ കണ്ടുവന്ന കുറേ ശിവയുടെ ഫിലിംസ് ഉണ്ട്. ലാസ്റ്റ് ശിവ ട്രോള് വാങ്ങിയ സിനിമ രണ്ടാമത്തെ ആയിരുന്നാലും ഈ സിനിമയുടെ ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ സൂര്യ ശിവ ഒന്നിക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ സൂര്യ ഫാൻസ് വരെ വേണ്ട വേണ്ട എന്ന് പറയുന്ന കുറേ വീഡിയോസ് ഞാനുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഈ പബ്ലിക് റിയാക്ഷൻസിലേക്ക് ഒരുപാട് പേര് വേണ്ട വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചു. ഇത് ശിവയാണോ ചെയ്തെന്ന് ഉറപ്പാണ്. ആർക്കും അൽപ്പം തോന്നും. അമ്മാതിരി ഡീറ്റെയിൽ, അമ്മാതിരി മേക്കിംഗ്. വെട്ടി പളനിസ്വാമി എടുത്ത് പറയണം ഇതിന്റെ DOP, അത്രയും ഡീറ്റെയിൽ. പിന്നെ 2 കളറിങ്ങിലാണ് ഇത് പോയിരുന്നത്. കങ്കു വരുമ്പോ സൂര്യ വരുമ്പോ ഒരു കൂൾ കളറും, ബോബി ഡിയോന്റെ ഭാഗം വരുമ്പോ ഒരു വാം കളറുമാണ്. ഈ 2 കളർ ടോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ഇന്നർ മീനിങ് കൊടുക്കുന്നുണ്ട്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്ക് കാണാം. അതായിരിക്കും ഏറ്റവും രസം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, DSP മ്യൂസിക് ഒന്നും പറയാനില്ല. കാരണം ഇത്രയും നാള് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും പാട്ടാടി എന്ന് പറഞ്ഞ DSPയെ കളിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിലോട്ട് വന്നപ്പോ അതൊരു വണ്ണൊരു ചേഞ്ച് ആണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഓക്കെ, പുള്ളിയുടെ പാട്ടടി പോലത്തെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ, ഈ ട്രെയിലറിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു വേറൊരു തലത്തിലോട്ട് ഈ സംഭവത്തിനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈവൻ എനിക്ക് തന്നെ DSPയുടെ മ്യൂസിക് അത്രയും പേഴ്സണലി ഫേവറേറ്റ് ആയിരുന്നില്ല പുള്ളിക്കാരന്റെ. പക്ഷെ ഇതിലേക്ക് വരുമ്പോ എന്താണോ കങ്കുയ്ക്ക് ആവശ്യം അത് പെർഫെക്റ്റ് ആണ്. കാരണം അത് ആക്ച്വലി, കാരണം ചില സമയത്തൊക്കെ നമുക്ക് ഈ ട്രോൾ ചെയ്ത പാട്ടടി പോകുന്ന സംഭവങ്ങൾ ഈ പഴയ കാലത്തിന് ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവത്തിന് ആ ഒരു സംഭവം എക്കോ പോലത്തെ സംഭവങ്ങൾ വേണം. ഇതിൽ ആപ്റ്റാണ് പുള്ളിക്കാരൻ. ആ സൂര്യയുടെ പേരിൽ കഴിഞ്ഞ സൂറാസുര എന്ന് പറയുന്ന സംഭവം നമുക്കങ്ങ്
നമ്മുടെ ബ്ലഡിലേക്ക് എത്തും ആ സാധനം. അമ്മാതിരി ഒരു ഗൂസ് ബംസ് ആയിരുന്ന ഒരു മോമെന്റ് ആയിരുന്നു ആ BGM. അതിന് ശേഷം ഒരു പഠിക്കേണ്ടി കയറുന്ന വരുന്നൊരു BGM ഒക്കെ പക്കയായിരുന്നു. പിന്നെ ഈ മേക്കിംഗിലേക്ക് ഇതിന്റെ VFX എടുത്ത് പറയണം. ആ VFX എടുത്ത് പറയുമ്പോൾ എത്ര വലിയ VFX ടീം അതിൽ വന്നതെങ്കിലും അതിൽ ഡയറക്ടറും ക്യാമറാമാനും എത്രത്തോളം അവർക്ക് ഇതിലേക്ക് എന്താ പറയാ ഒരു ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ അത് മേക്ക് ചെയ്താൽ മാത്രമേ അതിലോട്ട് മാച്ച് ആവത്തുള്ളൂ. അല്ലാതെ എത്ര വലിയ ടീം ചെയ്താലും അത് വേറെ ആയിട്ട് നിൽക്കും. അപ്പം ഈ ക്യാമറാമാന്റെയും ഡയറക്ഷന്റെയും അത്രയും മികച്ച ഒരു വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ VFXലേക്ക് ഇത്രയ്ക്കും ബ്ലെൻഡ് ആയി നിൽക്കുന്നത്. പിന്നെ ആ ക്രൊക്കഡൈൽ ഷോട്ട് അത് ഞാൻ ഇതിന് മുന്നേ അപ്ഡേറ്റ് ഇറങ്ങിയപ്പോഴേ ഇതിലെന്തോ ലീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനൊരു ഫൈറ്റ് ഉണ്ട്. അതെ, പക്ഷെ അത് നേരത്തെ നമ്മുടെ അതൊരു ടീസറിൽ എന്തോ ഒരു കണ്ണിന്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതെ, ഞാൻ തിയേറ്ററിൽ കാണാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഷോട്ട് അതായിരിക്കും. കാരണം അത് ഇപ്പൊ ഈ ട്രെയിലറിൽ വന്നപ്പോ തന്നെ സത്യമല്ല രോമാഞ്ചമാണ് ആ ഒരു സീൻ വന്നത്. രക്ഷയില്ലായിരുന്നു, മാരകം പറയുമ്പോഴെനിക്ക് രോമാഞ്ചം. ആക്ച്വലി ഇങ്ങനെ റൂമർ വന്നപ്പോഴും അതിന്റെ ആദ്യം ഇങ്ങനെ ഒരു സൂര്യ വേഴ്സസ് ക്രോക്കഡൈൽ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ കരുതുന്നത് റൂമർ മാത്രമായിരിക്കും. കാരണം ഒരുപാട് തള്ളി. പക്ഷെ ഇത് ഈവൻ സിസിൽ ടീസറിൽ അവർ കണ്ണ് കാണിച്ചപ്പോഴും ഞാൻ ഈ ഒരു സീൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതവർ കൺവേ ചെയ്തിട്ടുണ്ട്. അത് അങ്ങ് അതിൽ ഈ ടീസർ ട്രെയിലറിൽ വരുന്ന രംഗം തന്നെ അടിപൊളിയാണ്. കാരണം ഒരു യൂഷ്വൽ ഒരു സാധനമല്ല, കത്തി വെച്ച് കുത്തിയിരിക്കുന്ന സീനാണ്. പിന്നെ ആക്ഷന്റെ പല രീതിയിലുള്ള ആക്ഷൻസ് കൊണ്ടൊന്നും നമുക്കത് ഫിലിമിൽ വരുമ്പോൾ നോക്കാം. പക്ഷെ ഓരോ രീതിയും ചെയ്തേക്കുന്നത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഒരു ഗ്രേറ്റർ ദാൻ ലൈഫ് ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയണം പുള്ളിയുടെ ആ സൗണ്ടും ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഡബിങ് ആയിരുന്നു. ആ ഒരു സൗണ്ടും ആ ഒരു മോഡുലേഷനും ആ ഒരു അടർച്ചയുള്ള സൗണ്ട് പോലത്തെ ഒരു ഇതും. പിന്നെ എടുത്തു പറയേണ്ട മേക്കപ്പ്, എല്ലാ ക്യാരക്ടറിന്റെ മേക്കപ്പ്, അത് ഇനി ഈവൻ പുറകിൽ നിൽക്കുന്ന ഒരാളുടെ പോലും എല്ലാ ഡീറ്റെയിൽ ആണ്. പിന്നെ ഈ ഭാഷ ചിലപ്പോ കുറച്ച് ഇന്നർ തമിഴ് ലാംഗ്വേജ് പോലെ തോന്നും, കുറച്ച് ഉള്ളിലേക്കുള്ള ലാംഗ്വേജ് പോലെ തോന്നും. എല്ലാം അത്ര നമ്മള് യൂഷ്വലി കാണുന്ന ഒരു കമേഴ്ഷ്യൽ സിനിമ പോലെ എളുപ്പമുള്ള ഭാഷ. ഈ ലാംഗ്വേജിന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ അവർ ഏറ്റവും കൂടുതലും എന്താ പറയാ ഒരു സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു കാര്യമായിരിക്കും. പല ഭാഷ, അതായത് എത്ര 36 ലാംഗ്വേജ് എന്തോ ഉണ്ട്, ഒരുപാട് ലാംഗ്വേജിലെല്ലാം ഇതേ മോഡുലേഷനിൽ അവർ കൊണ്ടുവരണം. അതൊക്കെ ഇനി എങ്ങനെ വരും നമുക്ക് കണ്ടേ. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ ഒരു ഞാൻ സ്റ്റുഡിയോ ഗ്രീനിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു മേക്കിംഗ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വലിയ സൂര്യ ഫാൻസ് ആണ്. സൂര്യയുടെ ഡൗൺഫോൾ എല്ലാം നമുക്കും ഒരു ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റിയ കാര്യമുള്ളത് റൈസ് ഓഫ് എ കിങ്. അത് സിനിമയുടെ കാര്യത്തിലായാലും സൂര്യയുടെ കാര്യത്തിലും റൈസ് ഓഫ് എ കിങ്. സൂര്യ തിരിച്ചു വരികയാണ്. അയാളുടെ കരിയറിന്റെ മുകളിലുള്ള കാർമേഘം എല്ലാം തട്ടിമാറ്റി അയാൾ തിരിച്ചു വരികയാണ്. ഉറപ്പാണ് ഇപ്രാവശ്യം സൂര്യ ഫാൻസിന് തീർത്ത് പറയാം, സൂര്യ തിരിച്ചു വരികയാണ്. ഈ ട്രെയിലറിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ഇതിലിപ്പോ സൂര്യ എടുത്തിരിക്കുന്നത്, സൂര്യ നമുക്ക് എഫർട്ട്ലെസ്സിൽ പറയേണ്ട, അഭിനയത്തിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. സൂര്യയുടെ മോശം സിനിമകളിൽ പോലും സൂര്യയുടെ അഭിനയത്തിനോ ഇടുന്ന എഫർട്ടിനെയോ ആരും കുറ്റം പറയില്ല. പിന്നെ ഇതിന്റെ ഡയറക്ടിങ് ടീമായിരുന്നാലും ക്യാമറമാൻ ആയാലും ആർട്ട് ആയാലും എഡിറ്റിംഗ് ആയാലും ഇതിന്റെ VFX ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്പൊ ഈവൻ പ്രൊമോഷൻസ് പോലും നല്ല രീതിയിലാണ്. ഓരോ സ്ഥലത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ടോപ്പ് ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടാണ് ഇവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയുടെ A to Z അവർ എല്ലാ കാര്യങ്ങളും അത്രയും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പല ലാംഗ്വേജിലേക്കുള്ള ഡബിങ്ങും അവർ അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അതിൽ ഇത്രയും നമ്മൾ ഒരു 99% ടോപ്പ് ചെയ്യേണ്ട ലാസ്റ്റ് 1% നമ്മളൊരു മടി കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. അവരങ്ങനെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ സ്റ്റുഡിയോ ടീമിനെ സംബന്ധിച്ച് സൂര്യ ഫാൻസിന്റെ നിന്നും ഒരുപാട് ചിത്രമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഒരുപാട് പേര് ട്രോളി പറഞ്ഞിട്ടുണ്ട്, കാരണം പ്രോപ്പർ അപ്ഡേറ്റ്സ് കൊടുക്കില്ല എന്നല്ലോ. പക്ഷേ ഈ കങ്കുയുടെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാം കൃത്യമാണ്. ഓരോ അപ്ഡേറ്റ് മാത്രമാണ് ബാക്കി എല്ലാം അവർ കൃത്യമായിട്ട് ഫാൻസ് പ്രതീക്ഷിച്ചതിനും ഒരു പടി അല്ലെങ്കിൽ ഒരു അതിന് മുകളിലേക്ക് ഒരു സാധനം കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പറയുമ്പോ ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത് അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, നമ്മള് ഇതുവരെ വന്നതിൽ പ്രസന്റ് പോർഷൻ ഈ ട്രെയിലറിലും കഴിഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു എലമെന്റ് ഒരു സംഭവമുണ്ട്. അവര് ജസ്റ്റ് രണ്ട് ലുക്ക് മാത്രമാണ് സൂര്യയുടെ പുറത്തിട്ടുള്ളത്, ബാക്കി ഒന്നും പുറത്തിട്ടില്ല. ഈ പ്രസന്റ് പോർഷനിൽ യോഗി ബാബു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റൂമറെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റാർ കാസ്റ്റിൽ പുള്ളിയുടെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ടോട്ടലി റിവീൽ ചെയ്യുന്ന എന്തോ ഒരു സംഭവം. സാധാരണ ഈ ഒരു പീരിയോഡിക് പോർഷനാണ് പല സിനിമകളിലും ഹൈഡ് ചെയ്ത് വെക്കുന്നത്, റിവീൽ ചെയ്യാതിരിക്കുന്നത്. കാരണം മേക്ക് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിന്റെ പക്ഷേ നേരെ തിരിച്ചാണ്.
ഉൾട്ടയാണ്, പ്രസന്റ് പോർഷൻ അവർ ഹൈഡ് ചെയ്യുന്നത്. അപ്പം അതിൽ എന്തോ സംഭവമുണ്ട്. ഒരു അത് ആ പോസ്റ്റർ ഇറങ്ങിയപ്പോ അതിൽ എന്തോ ഒരു വേറെ പ്രസന്റ് പോർഷൻ ആണെങ്കിൽ കൂടി അതിൽ വേറെ എന്തോ ഈ ഒരു കോയിൻ ആ ഒരു ഫേസ് ഓഫ് പോസ്റ്ററുള്ള രണ്ടുപേരും ഈ പഴയകാല സൂര്യയും ഈ പുതിയ സൂര്യൻ നിൽക്കുന്നതിൽ ഒരു കോയിൻ ഈ പ്രസന്റ് പോർഷന്റെ പുറകെ ഞാൻ കണ്ടിരുന്നു. കോയിനും ഒരു നമ്മുടെ ഈ ചീട്ട് പോകുന്നൊരു സംഭവം കൂടി. അപ്പൊ ഈ കോയിൻ ഞാൻ ഇതിലും കണ്ടു, ഈ ട്രെയിലറിൽ 1-2 പ്രാവശ്യം കോയിൻ കാണുന്നു. കാരണം അതിനെന്തോ റിലേഷൻ ഉണ്ടോ അറിയാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, നമുക്ക് സിനിമ കാണാം, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഷ് മൈൻഡോടെ സിനിമ കാണാം. നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഒന്നും വെക്കേണ്ട. പക്ഷേ ഈ ട്രെയിലർ എന്തൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ പോസ്റ്റർ, ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് നമ്മൾ സാധാരണ ഏത് സിനിമ വന്നാലും എത്ര മികച്ച പോസ്റ്റേഴ്സ് വന്നാലും നമ്മൾ ഡിസപ്പോയിന്റ് ഒന്നും വരും. ഇതിന്റെ കാര്യത്തിൽ ഈ സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സാധനം പോസ്റ്ററാണ്. കാബിൾ എന്ന് പറഞ്ഞ പുള്ളി ഒരു രക്ഷയില്ല. ഇറങ്ങിയ പോസ്റ്റർ ആയാലും ശരി, മെനിങ്ങാന്ന് ഇറങ്ങിയ പോസ്റ്റർ ആയാലും ശരി, ഇതിന്റെ ഓരോ അപ്ഡേറ്റ് തുടക്കം ഫസ്റ്റ് തൊട്ട് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പോസ്റ്റേഴ്സും ഒന്നിനൊന്നും മെച്ചം. അതിൽ ഏതാണ് നല്ലതെന്ന് എടുത്ത് പറയാൻ പറ്റില്ല. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള പോസ്റ്റർ ഒന്നും അല്ല ഈ സിനിമ. ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഈ ട്രെയിലറിന് എന്താണോ അനിവാര്യം അത് തന്നെയായിരുന്നു. എനിക്ക് ഇതിന് മുന്നേ സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയുടെ പോസ്റ്റർ 24 ആയിരുന്നു. അതിനുശേഷം അത്രയും ഡീറ്റെയിലിംഗ് 24ന്റെ പോസ്റ്റേഴ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്, ഇടൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ ഏകദേശം ഇടൻ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു വന്ന ഒരു പോസ്റ്റർ എനിക്ക് തോന്നുന്നു കണ്ടുവിടെ ആ ഒരു ഈവൻ അതിന്റെ ടൈറ്റിലായാലും ഈ പോസ്റ്ററിലെല്ലാം ഒരു പ്രത്യേകതരം ഭാഷ കൊണ്ട് എഴുത്തെല്ലാം ഉണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നമുക്ക് ആ പോസ്റ്റർ കാണാൻ മനസ്സിലാവുമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പോസ്റ്റർ വിട്ടത്. ഇപ്പൊ ലാസ്റ്റ് വന്ന പോസ്റ്ററിലായാലും സൂര്യ ഒരു സോഡ് വെച്ചിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഞാൻ ട്വിറ്ററിൽ എന്തോ എക്സിൽ എന്തോ ഒരാൾ ക്രോപ്പ് ചെയ്ത് പിക്ചർ കണ്ടു. അപ്പൊ അതിൽ സൂര്യയുടെ കണ്ണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇമോഷനിലൂടെ ആ ഇമോഷൻ അത്രയും ഡീറ്റെയിലിംഗ് ചിലപ്പോൾ ഇത്രയും വലിയൊരു പോസ്റ്ററിൽ അത്രയും സൂചിതാരം നോക്കുന്നില്ല. പക്ഷെ ആ ഒരു ഡീറ്റെയിലിംഗ് പോലും സൂചിത് എത്തിയപ്പോൾ ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സാധനം എല്ലാം ഇട്ടേക്കുന്നത്. ഈവൻ ഈ സൂര്യയുടെ കങ്കുയുടെ പോർഷൻസ് ആ ഒരു പോസ്റ്ററിലെല്ലാം ഒരു ചിറക് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ആ ചിറകിലെല്ലാം ഒരു തീ ഉണ്ട്, അതുകൊണ്ട് ഒരു തീ ഒരു ഫെദർ ഇങ്ങനെ ഒരു തീ കത്തി വീഴുന്ന സംഭവം. അത് മിക്കതിലും അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ 2 പോർഷൻ കാണുന്ന ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിലും പഴയ സൂര്യ പോയി ഒരു ബ്ലൂവും വാമും അതിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിലിംഗ് ഇതിലൊരു സിനിമയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ആസ്പെക്ട്സും പറഞ്ഞു എന്നാണ് തോന്നുന്നത്. എഡിറ്റിംഗ് ഒക്കെ എടുത്ത് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ പേരെന്താ നമ്മുടെ ഇതൊക്കെ ചെയ്ത പുള്ളിയാണ്. പേര് പെട്ടെന്ന് ഓർമ്മയുണ്ട്. അതിൽ തന്നെ ഒരു മിനിറ്റ് പറയട്ടെ. പക്ഷെ ട്രെയിലർ കട്ട്സ് വേറെ ആരോ ഇന്നലെ കിടക്കുന്നുണ്ടായിരുന്നു. വിജയ് വേൽക്കുട്ടിയാണ് ട്രെയിലർ കട്ട്സ് ചെയ്യുന്നത്. സിനിമയുടെ ട്രെയിലറിൽ നമുക്ക് നിഷാദ് യൂസഫിന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത പുള്ളി ഇതിന്റെ ഒരു കങ്കുവിന്റെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ചാനലിൽ കങ്കുവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി നല്ല കോൺഫിഡന്റ് ആണ്. അപ്പം സിനിമയിൽ എഡിറ്റിംഗ് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, അത്രയും കിടലായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പിന്നെ ഓരോ മേഖലയും ആർട്ടായിരുന്നാലും എല്ലാവരും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ട്. ശിവ എന്തൊരു ഒരു പുള്ളിക്കാരുടെ കമ്പാരിസൺ ഇങ്ങനെ ഒരു തലത്തിൽ പുള്ളിക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. കാരണം പുള്ളി ഒരു വേറൊരു ടൈപ്പ് ഒരു ഫാമിലി ആ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന പുള്ളി പെട്ടെന്ന് ഒരു പറയാൻ. പിന്നെ പുള്ളിയുടെ നമ്മുടെ സിനിമയിലായാലും ഒരു വില്ലൻ പോർഷനിലൊരു ആ ഒരു ഓണസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ പുള്ളിക്കാരൻ. അത് മാത്രമല്ല ഹീറോയ്ക്ക് കൊടുക്കുന്ന ഒരു എലവേഷൻ ഉണ്ടല്ലോ ചില ടൈമിൽ അതൊക്കെ പക്കായിട്ട് പുള്ളി ചെയ്യാൻ പറ്റും പുള്ളിക്ക്. പിന്നെ പുള്ളിയുടെ ഈവൻ പാസം സിനിമകളിലായാലും ഹീറോ കൊടുക്കുന്ന ഹീറോയിസം സീൻസ് എല്ലാം നല്ലതാണ്. അത്രയും നല്ല സീൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പുള്ളിക്ക് പിന്നെ ഈ ഒരു ലെവലിലേക്ക് പുള്ളിക്ക് മേക്കിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്ന പുള്ളി തെളിയിച്ചത് അങ്ങ് തന്നെയാണ്. കാരണം ഈ കംബാക്ക് ശിവ എന്ന് പറയുന്നത് അത് ഇവർക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇത് ഓരോ ഇന്റർവ്യൂല ഈ സിനിമയിലുള്ള ഏത് കാസ്റ്റായാലും ക്രൂവായാലും വന്നിരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഈ കോൺഫിഡൻസ്. പ്രൊഡക്ഷൻ ധനം ചെയ്യുന്നതാണ് മറ്റേ ഇതിന്റെ പുള്ളിയുടെ പ്രൊഡ്യൂസറിന്റെ നമ്മുടെ ഈ ഇതിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസറിന്റെ അതിന്റെ എന്തോ ഈ സ്റ്റുഡിയോ ഗ്രീന്റെ എന്തോ സംഭവമാണ് പുള്ളിക്കാരൻ വരുന്ന പുള്ളി ഒരുപാട് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം അവരിലെല്ലാം നമുക്ക് ഒരു കോൺഫിഡൻസ്. പുള്ളി പറയുന്നത് കങ്കുവ 1-നൊപ്പം ചിലപ്പോൾ ആരും ക്ലാഷ് ചെയ്തേക്കാം, പക്ഷെ കങ്കുവ 2-നൊപ്പം ആരും ക്ലാഷ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് പറയും. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ സൂര്യ സിനിമകൾ സാധാരണ ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ കാര്യങ്ങളോ ഇതുപോലുള്ള ഇങ്ങനെ
ഒരുപാട് ഈ സിനിമയെ പറ്റി അങ്ങനെ ചർച്ചകൾ അവർ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കാറില്ലാത്തൊരു ഇതാണ് സൂര്യ സിനിമകൾ. പക്ഷെ ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് അവർ അത്രയും കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതില് ടീസറിന്റെ ട്രെയിലർ ലാസ്റ്റ് വരുന്നത് കാർത്തിയാണോ ഒരു സംശയമുണ്ട്. അതെനിക്ക് തോന്നിയായിരുന്നു. ആ ഒരു കാരണം ഇതിനൊരു റൂമർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കാർത്തി സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്നുണ്ട്, ഇതിന്റെ ക്ലൈമാക്സിൽ അതിനുള്ളൊരു ഓപ്പണിംഗ് ഒരു റൂമർ കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോളക്സിന് ദില്ലിക്ക് മുൻപ് തന്നെ നമുക്ക് ഇവരെ ഒരുമിച്ചൊരു ഫ്രെയിം നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് സിനിമയുടെ എല്ലാ ഇതും പറഞ്ഞാൽ തോന്നുന്നു. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇവര് ഇത്രയും ബഡ്ജറ്റ് നമുക്ക് വിടാം, ബഡ്ജറ്റ് അവരുടെ പ്രോഡക്റ്റ് അവർക്ക് വേണ്ട ബഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് വിടാം. പക്ഷെ ഒരു ഇത്ര എഫർട്ട് അവരുടെ എഫർട്ട് നമ്മൾ മാനിക്കണം. അനാവശ്യമായ ഡിഗ്രേഡിങ് സിനിമയായാലും ഏത് സിനിമയിലും ഏത് സ്റ്റാറിനെയും നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് പറയാൻ കാരണം സൂര്യയുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു തരത്തിൽ എല്ലായിടത്തും എന്താ പറയാ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരുന്ന ശ്രദ്ധിക്കാം. അജണ്ട പഠനം ചെയ്തതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഈ സിനിമയിൽ എടുത്ത് പറയാൻ കാരണം ഇതിന്റെ ഈ സിനിമ അനൗൺസ് ചെയ്ത സമയം മുതലേ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ് സൂര്യ, ശിവ, DSP എന്നുള്ള ഒരു കൂട്ടുകെട്ട് ഇത്രയും ഒരു വേറൊരു നെഗറ്റീവ് രീതിയിലാണ് അതിനുള്ള മൊത്തവും ആ തുടക്കം തൊട്ടേ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന എല്ലാത്തിനെയും മറികടന്നുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കിടിലൻ ഔട്ട്പുട്ട് അവർ ഇറക്കിയപ്പോ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സിനിമ കാണണം. ഇപ്പൊ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാൻ താല്പര്യമുള്ളത് നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. അതിനൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യണം. നിങ്ങൾക്ക് മോശമായ നേരിട്ട് മോശം എന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിയ എല്ലാ ആസ്പെക്ട്സും നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ അതൊരു ഹേറ്റ് സ്പ്രെഡിലോട്ട് മാറുമ്പോഴാണ് അത് ഒരു നിങ്ങൾക്ക് മോശം പറയാം. ഇപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു സിനിമയുടെ സിനിമയിൽ നിന്ന് സിനിമയെ ചുറ്റിപ്പറ്റി പോകുന്നവരാണ് ഞങ്ങളുടെ ചാനൽ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും മോശം സിനിമയാണെങ്കിൽ മോശം സിനിമയാണെന്ന് വിളിച്ച് പറയാൻ നോക്കാം, നമ്മൾ പറയാറുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല സിനിമകളാണെങ്കിൽ അതിന്റെ മാക്സിമം ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ 10 കൂട്ടുകാരടുത്ത് പറയണമെന്ന് പറയാം, മോശം പറയാം, തോന്നി ഉറപ്പായിട്ട് പറയാം. അതൊരു പറയുന്ന രീതി, ആ വേ ഓഫ് ടോക്ക്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്രയും പറയാനുള്ളതിനെ പറ്റിയിട്ട്. പിന്നെ തിരിച്ച് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒക്ടോബർ 10 റിലീസ്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യാണ്. കാരണം നേരത്തെ പറഞ്ഞത് ഒരുപാട് വളരെ വലിയ ആരാധകനാണ് സൂര്യയുടെ. ഈവൻ പേഴ്സണാലിറ്റി ആയിരുന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരനെ തിരിച്ചു വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നാഷണൽ അവാർഡിലൂടെ പുള്ളി തിരിച്ചു വന്നു. നമുക്ക് സൂര്യപോട്ട് തിയേറ്റർ റിലീസ് ആവേണ്ട സിനിമ ആയിരുന്നു, പക്ഷെ തിയേറ്ററിക്കൽ കംബാക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കളക്ഷൻ കാര്യങ്ങളൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ സ്ക്രീനിൽ കാണാം. പിന്നെ എല്ലാവരുടെയും ഒരു 90% ആൾക്കാരും ഒരു സൂര്യ ഫിലിമിന് പോസിറ്റീവ് ആണ്, അത്രയേ ഉള്ളൂ. ഞാൻ അവസാനമായിട്ട് എൻജോയ് കണ്ടത് 24 ആണ്. അതെന്റെ ബർത്ത്ഡേക്കാണ് റിലീസായത്. അപ്പം മെയ് 6 റിലീസായത്. അപ്പം 5 അപ്പം ഒരുപാട് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് ബർത്ത്ഡേക്കുള്ള സൂര്യത കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു എനിക്കത്. ആ സിനിമ അത്രയും എൻജോയ് ചെയ്താണ് ഞാൻ കണ്ടത്. ഞാൻ എന്റെ ഫാമിലിയായിട്ട് എല്ലാം ഫുൾ ആ സിനിമ പോയി കണ്ടായിരുന്നു. മിക്ക സിനിമയും കാണാറുണ്ട് സൂര്യയുടെ. അപ്പം ഇതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ലക്ഷ്യം എല്ലാം പറഞ്ഞു. അപ്പോ നമ്മളിതൊരു ട്രെയിലർ റിയാക്ഷൻ റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ആസ്പെക്ട്സ്, അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിലോ കൂടുതൽ കാര്യങ്ങളോ നിങ്ങൾക്ക് പറയാൻ കാണും. അങ്ങനെ നിങ്ങൾ വിട്ടുപോയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോസ് ഞങ്ങൾ അത് കൂടി നമ്മുടെ ഈ ട്രെയിലറിന്റെ നമ്മുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ട്രെയിലറാണ്. കാരണം ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ട്രെയിലർ വന്നാലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിന് ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്ക് വലുതായിട്ട് അങ്ങനെ ഒരു നെഗറ്റീവും തോന്നുന്നില്ല. നമ്മളെ ഫസ്റ്റ് ടൈം വാച്ചിൽ നമ്മൾ തിയേറ്റർ വാച്ചിലായാലും മൊബൈൽ വാച്ചിലായാലും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെ കണ്ണിന് കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സാധനം നമ്മൾ വീണ്ടും പോയി പോസ് ചെയ്ത് അതിന്റെ കാര്യം കണ്ടുപിടിക്കുന്ന കാര്യമില്ല. അത് ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു എറർ പോലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന കാര്യം ഡയറക്ടറും എഡിറ്ററും വിജയിച്ചു. ഒരു സിനിമ ഒരിക്കലും നമുക്ക് പോസ്റ്റ് ചെയ്ത് വീണ്ടും പോയി കുറ്റപ്പെട്ട സാധനമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ വിശ്വസിക്കുന്നവരുണ്ടാകാം, അതിനെ എതിർക്കുന്നുമില്ല. അപ്പോ പലരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശ്വസിക്കുന്നു. അപ്പോ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.